ആദ്യത്തെ വോട്ട് എവിടെയാണ് രേഖപ്പെടുത്തുന്നത് അറിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യയിൽ അടുത്ത 5 കൊല്ലം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന വിധി എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. ജനാധിപത്യത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ടോൺ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ടിങ് ടോങ് കേൾക്കും എന്നുള്ളത് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, കേരളം ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഈ ജനാധിപത്യ ഉത്സവത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ സംഭാവന ആരംഭിക്കുന്നു. ഫസ്റ്റ് വോട്ടർ എന്ന് തോന്നുന്നു. ഒന്നുകൂടെ സൂക്ഷിച്ചു അദ്ദേഹത്തിനുണ്ട്, ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അടുത്ത 5 വർഷം രാജ്യമാര് ഭരിക്കണം തീരുമാനിക്കുന്ന ജനാധിപത്യത്തിന്റെ പെരുങ്കളിയാട്ട കാലം തുടങ്ങാം. പെരുങ്കളിയാട്ടം, ജനാധിപത്യത്തിന്റെ പെരുങ്കളിയാട്ടം തുടങ്ങുന്നു. 7 മണി വോട്ട് ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ വോട്ടറാണ്. ആദ്യത്തെ വോട്ടർ, നമ്മുടെ ഈ സംപ്രേഷണത്തിലെ ആദ്യത്തെ വോട്ടർ. ഒരു പക്ഷേ ഈ വോട്ടറിന്റെ വോട്ടാണ് നമ്മുടെ ജനാധിപത്യ ഉത്സവത്തിന്റെ സ്റ്റാർട്ട് തുടങ്ങാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പക്ഷേ എനിക്ക് അറിയുന്നത് പോലെ ഈ അടുത്ത കാലം നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയ ആവേശവും ചൂടും, അത് 2 ചൂടുമുണ്ട്, രാഷ്ട്രീയ ചൂടുമുണ്ട്, കാലാവസ്ഥ ചൂടുണ്ട്. അപ്പൊ കനത്ത ചൂട്. വിജയകുമാർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77-78% കേരളത്തിലെ പോളിംഗ്. ഇത്തവണ പ്രചാരണം എല്ലാം കണക്കിലെടുക്കുമ്പോൾ 80-ന് മുകളിൽ പോകണം. എന്നാൽ പലരുടെയും വിജയപരാജയങ്ങളാണ് തീരുമാനിക്കും. പരമാവധി ആളുകൾ വോട്ട് ചെയ്യുക. ചില സ്ഥാനാർത്ഥികളിലെ പോളിംഗ് കൂടിയ പ്രശ്നം, കുറഞ്ഞ പ്രശ്നം അല്ലേ? പിന്നെ അങ്ങനെ കണക്കില്ല. കൂടിയാൽ എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ. മാത്രമല്ല ഈ യുവനിര, അതാണ് ഇത്തവണത്തെ ന്യൂ ജനറേഷൻ അല്ലേ? അവരാണ് ന്യൂ ജനറേഷൻ. ഡിഫറന്റ് ആണ്. കന്നി വോട്ടർമാർ നമ്മുടെ ആമിന എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബിൽ വരുന്ന ആൾക്ക് അടക്കം ഒരുപാട് കന്നി വോട്ടർമാർ ഇത്തവണ ഒരുപാടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മാത്രമല്ല ന്യൂ ജനറേഷൻ നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു ചിരിയുണ്ട് അവർക്ക്. ഔട്ട്ഡേറ്റഡ് മെറ്റീരിയൽ വരുന്നു. എല്ലാ ബൂത്തുകളിലും കൃഷ്ണകുമാർ, അദ്ദേഹത്തിന്റെ പരിക്ക് ഇപ്പോഴും പോയിട്ടില്ലെന്ന് മാത്രമല്ല 8 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്നത് ദീപക് തരംബടം റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പിണറായിലെ 161ാമത്തെ ബൂത്തിലായിരിക്കും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ വോട്ടർ സ്ത്രീയാണ് എന്നാണ് ശ്യാം ആലത്തൂരിലെ ആദ്യത്തെ വോട്ടർ അല്ലേ? അപ്പൊ എന്തായാലും തങ്ങൾ അദ്ദേഹം വോട്ട് ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ നോക്കി അദ്ദേഹത്തിന്റെ നല്ല ചിരി അല്ലെ, ഈ ചിരി നീണ്ടു നിൽക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസവും ചിരിക്കണം. മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടല്ലേ? വോട്ടെടുപ്പ് തുടങ്ങി. ഷാഫി വോട്ട് ചെയ്യുന്നു, ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യുന്നു എന്ന് നമ്മുടെ പ്രതിനിധികൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും വോട്ടെടുപ്പ് ആരംഭിച്ചു. നമ്മുടെ ജനാധിപത്യ ഉത്സവത്തിന്റെ അനാവരണമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ജനാധിപത്യ ഉത്സവത്തിന് നമ്മുടെ സംഭാവന. ചാലക്കുടിയിൽ നിന്ന് ആഷ്മി വിനീത വി ജി കൂടി നമുക്കൊപ്പം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത, അവിടെ എന്താ നടക്കുന്നത്? ചാലക്കുടിയിൽ ആദ്യം ആരുടെ വോട്ട്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹാഷ്മി, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന അദ്ദേഹമാണ് ആദ്യമായി ഇവിടെ വോട്ട് ചെയ്യുകയാണ്. രാവിലെ 5 മണി മുതൽ അദ്ദേഹം ഇവിടെ വന്ന് ഇരിക്കുകയായിരുന്നു. ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഇവിടെ എത്തി ആദ്യ വോട്ട് രേഖപ്പെടുത്താറുള്ളതാണ്. തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാനിപ്പോൾ നിൽക്കുന്നത് 90-ാം നമ്പർ ബൂത്തിലാണ്. ഈ ബൂത്തിന് സമീപം തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. രാവിലെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കൊക്കെ പോയിരുന്നു. ഒരുപക്ഷെ നമ്മൾ എത്തുന്നതിനേക്കാൾ മുൻപ് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി പറഞ്ഞോളൂ വിനീത, പറഞ്ഞോളൂ. എസ് കെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീണ്ട നിര തന്നെ ഇങ്ങനെ ഈ ബൂത്തിലുണ്ട്. 2 ബൂത്താണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഉള്ളത്. 90, 91 ബൂത്ത് നമ്പറുകളാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തി അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏതാണ്ട് 80% പോളിംഗ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ചേച്ചിമാരൊക്കെ രാവിലെ വന്ന് നിൽക്കുകയാണ്. വെയിലൊക്കെ ആയതുകൊണ്ടാണോ രാവിലെ വന്ന് വോട്ട്? വെയിലായതുകൊണ്ടാണ്. പള്ളിയിലത്തെ കഴിഞ്ഞാൽ വഴിയും കുടിക്കാൻ പോകുന്നു. അമ്മ രാവിലെ എത്തിയല്ലേ? വോട്ട് രേഖപ്പെടുത്തി മടങ്ങാണ്. അതെ, വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാം. അതെ, അടുത്ത് തന്നെയാണ് താമസം. അതെ, ഇങ്ങനെ ഈ വേനൽക്കാലമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാം എന്ന് കരുതിക്കൊണ്ട് തന്നെ ആകണം എല്ലാ ആളുകളും രാവിലെ മുതൽ തന്നെ. വിനീത വി ഡി സതീശൻ വോട്ട് പറവൂർ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനിടയ്ക്ക് മിനി ബാബു ഒരു കാര്യം പറയുന്നു. SK24 ബഹളം കേട്ട് ഉറങ്ങി കിടന്നവരെല്ലാം ചാടി എണീറ്റു. കണക്കായി പോയി. ഇന്ന് ഉറങ്ങാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ഇന്ന് ഉറങ്ങേണ്ട ദിവസമല്ല. മാത്രമല്ല വോട്ട് ചെയ്തതിന്റെ ശബ്ദം മിമിക്രിയായി കാണിച്ചതിന്റെ ശബ്ദം, ആ ശബ്ദം ഒന്നുകൂടെ കേൾപ്പിച്ചു കൊടുക്കാം. മിനി ബാബു
ചെയ്യുന്നു. അതിന്റെ രേഖപ്പെടുത്തി, ദൃശ്യമാണ് കുഞ്ഞാലിക്കുട്ടി പ്രേക്ഷകർ വോട്ട് കാണുന്നത്. പാണക്കാട് ബൂത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്യുന്നത്. അതുപോലെ വി ഡി സതീശൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരവൂരിൽ വി ഡി സതീശൻ വോട്ട് ചെയ്ത് പല ആളുകളും. അപ്പോൾ പുതിയതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പറയുകയാണ്, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 8 സെക്കൻഡുമായി. അതായത് വാർത്തകൾ കൂടി നമ്മൾ ഇതിന്റെ കൂടി ഉൾപ്പെടുത്തും. മാത്രമല്ല സമഗ്ര കവറേജിനാണ് 24 സ്ട്രീം സജ്ജമായിരിക്കുന്നത്. നമ്മുടെ വാർത്താ അവതാരകരും അതുപോലെ നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടേഴ്സും വിവിധ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലും ഒക്കെ റെഡിയായി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ വരുന്ന വാർത്തകളൊക്കെ തന്നെ ഇതിനിടയിലൂടെ നമ്മൾ എടുത്തു പോകും. വൈവിധ്യമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം നല്ല വൈവിധ്യമുള്ള പരസ്യങ്ങളും, അല്ലേ, അതെല്ലാം ഉണ്ടാകും. ഇന്ന് നമുക്കൊപ്പം തന്നെ തുടരുക. ഇന്ന് 5 മണിക്കാണ് നമ്മൾ ഇതിന്റെ സംപ്രേഷണം ആരംഭിച്ചത്. 6 മണിക്ക് ഞങ്ങൾ ഈ ഇലക്ഷൻ മൂവേഴ്സ്, ഞങ്ങൾ ഈ 3 പേര് കൂടി ഇതിന് ഒപ്പം ചേർന്നു. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇരുന്ന് നിങ്ങൾ ഇത് കാണുന്നു. നിങ്ങളുടെ കാഴ്ച ഒരു അപൂർവതയുള്ള തെരഞ്ഞെടുപ്പ് സംപ്രേഷണമായി നമ്മളിത് മാറ്റും. നമ്മൾ ഒന്നിച്ച് പൊളിക്കും. അപ്പോൾ ഈ യാത്ര ഒന്നിച്ചാണ്. ഈ സംയുക്ത യാത്രയിൽ നിങ്ങൾ എല്ലാവരും അണിചേരുക. അപ്പോൾ എന്തെങ്കിലും പ്രത്യേക അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ, ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ തൽക്ഷണം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മൾ സജ്ജമാണ്. നമ്മൾ വി ആർ റെഡി. തിരുവനന്തപുരത്തൊക്കെ ബൂത്തുകൾ വലിയ ക്യൂ. വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. വോട്ട് വി ഡി സതീശൻ.